لا عز إلا في طاعته ولا سعادة إلا في رضاه ولا نعيم إلا في ذكره الذي إذا أتي شكره وإذا عصي تاب وغفر والذي إذا دعي أجابه وإذا استعيذ به أعاذه وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد واعتصموا بالكتاب والسنة فإن خير الكلام كلام الله وخير سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال الله سبحانه وتعالى في القرآن الحكيم بعد أن أقول أعوذ بالله من الشيطان الرجيم ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഈ ഒത്തുചേരൽ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ ഒരു വ്യക്തിയിൽ ചില ഗുണങ്ങൾ വളർത്തിയെടുക്കുക എന്നത് ഖുർആൻ പാരായണം ചെയ്യുന്ന ഓരോ വ്യക്തിയിലേക്കും ചെയ്യുന്ന ഒരു ലക്ഷ്യമാണ്. അത്തരത്തിലൊരു ലക്ഷ്യം ഖുർആനിന് ഉണ്ട്. സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമ്മളിൽ വികസിപ്പിക്കാൻ ഖുർആൻ ആഗ്രഹിക്കുന്ന നിരവധി ഗുണങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ തഖ്വ, സബ്ർ, ശുദ്ധി, തൗബ, നീതിബോധം, മിതത്വം, തവക്കുൽ, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഗുണങ്ങൾ സത്യവിശ്വാസികൾ വളർത്തിയെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല 3 തരത്തിലുള്ള പ്രയോഗങ്ങളാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഖുർആൻ നമ്മോട് ഒരു പ്രത്യേക ഗുണത്തെക്കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളോട് പറയും. എന്നിട്ട് ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഈ 3 തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ അതിലത്തെ ഒന്നാമത്തെ പ്രയോഗം ലഅല്ലക്കും അല്ലെങ്കിൽ ലഅല്ലഹും, ആയതിനാൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ റമദാനിലെ നോമ്പിനെ കുറിച്ച് പറഞ്ഞ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വർത്തമാനം ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളതാണ്. പ്രാർത്ഥനയുടെ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ ഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചത് ലഅല്ലഹും യർഷുദൂൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. അത് ഒന്നാമത്തെ തരത്തിലുള്ള പ്രയോഗം. രണ്ടാമത്തെ തരത്തിലുള്ള പ്രയോഗം എന്ന് പറഞ്ഞാൽ വല്ലാഹു യുഹിബ്ബു അല്ലെങ്കിൽ ഇന്നല്ലാഹ യുഹിബ്ബു എന്ന് പറഞ്ഞുകൊണ്ടാണ്. തൗബനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞു ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന. ശുദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു അല്ലാഹു യുഹിബ്ബു തവ്വാബീന യുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അത്തരത്തിലുള്ള കൂട്ടർ. ഇത്തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള രണ്ടാമത്തെ പ്രയോഗം. മൂന്നാമത്തെ പ്രയോഗം എന്നുള്ളത് ഇന്നല്ലാഹ മഅ സ്വാബിരീൻ. ഉദാഹരണം ക്ഷമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞു ക്ഷമിക്കുന്നവരെ കൂട്ടത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇന്നല്ലാഹ മഅ. അപ്പോൾ ഇത്തരത്തിലുള്ള 3 പ്രയോഗങ്ങളാണ് ഖുർആനിൽ കാണാൻ സാധിക്കുക. ഇന്ന് നാം ഇവിടെ ചർച്ചയ്ക്ക് എടുക്കാൻ പോകുന്ന വിഷയം തവക്കുലിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു പദമാണ് തവക്കുൽ. എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ? ഭരമേൽപ്പിക്കൽ, അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കൽ, അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കൽ എന്നൊക്കെയാണ് ഈ പദത്തിൻ്റെ ആശയം. ഇതൊരു സത്യവിശ്വാസിയുടെ ആയുധം കൂടിയാണ്. ഈ വാക്ക് ഖുർആനിൽ 70-ലധികം തവണ
വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഖുർആൻ പഠിക്കുന്നവർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഈ വാക്ക് പല തവണ ഖുർആനിൽ ആവർത്തിച്ച് പരാമർശിച്ചിട്ടുള്ളത്? തവക്കുൽ എന്നത് കേവലം ഒരു അനുബന്ധ ഗുണമല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു നിർബന്ധ ഘടകം കൂടിയാണ് തവക്കുൽ എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഈ വിശ്വാസം അത്യാവശ്യമാണെന്ന് കാണിക്കാനാണ് ഖുർആൻ ഇത്രയധികം തവണ ഇത് ആവർത്തിച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വരും ഖുതുബകളിൽ നാം തവക്കുൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അത് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് തവക്കുലിൻ്റെ പ്രാധാന്യം? നാം നേരിടുന്ന എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതായിട്ട് ഖുർആനിൽ കാണാൻ സാധിക്കും. അങ്ങനെ പരാമർശിക്കുന്ന 6 സന്ദർഭങ്ങളാണ് ഖുർആനിൽ കാണാൻ സാധിക്കുക. ആ എല്ലാ സന്ദർഭം ഇന്ന് നമ്മൾ സംസാരിക്കൂല. ഇൻഷാ അല്ലാഹ് വരും ഖുതുബകളിൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് പോകാം. ഒന്നാമത്തേത് നേതൃത്വം നൽകുമ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോഴും. സൂറത്ത് ആൽ ഇമ്രാനിലെ 159 ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പരിചയമുള്ള ആയത്താണ്. അതിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയാണ്, വശാവിർഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തുകളുടെ അവതരണം. പ്രവാചകൻ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന വിഷയത്തിൽ സഹാബത്തുകൾക്ക് പറ്റിയ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ 70 സഹാബത്തുകളാണ് ഷഹീദാകേണ്ടി വന്നത്. അതിൽ പ്രധാനമായിട്ടും റസൂലുള്ളാഹിക്ക് നഷ്ടപ്പെട്ടത് റസൂലുള്ളാഹിയുടെ എളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവാണ്. ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതി കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കാര്യങ്ങൾ കൂടി ആലോചിക്കുക. കാര്യങ്ങൾ നിങ്ങൾ കൂടി ആലോചിച്ച് കഴിഞ്ഞ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു ആക്ഷൻ കൈകൊണ്ട് കഴിഞ്ഞാൽ, അത് അള്ളാഹുലേക്ക് ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമെന്താണോ ദോഷമെന്താണോ നിങ്ങൾ അന്വേഷിക്കേണ്ടതില്ല. അത് എന്തൊക്കെ തന്നെ ആണെങ്കിലും, പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും അതെല്ലാം അള്ളാഹുവിൽ നിങ്ങൾ വിട്ടുകൊടുക്കുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണോ അത് നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുക. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. അതുപോലെ തന്നെ മറ്റു സന്ദർഭങ്ങൾ കാണാൻ സാധിക്കും. ഖന്തഖ് യുദ്ധത്തിൽ, ആ യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുവരെ അറബ് ലോകം കാണാത്ത ഒരു യുദ്ധമുറയാണ് റസൂലുള്ളാഹി കൂട്ടർ സ്വീകരിച്ചത്. സൽമാൻ അൽ ഫാരിസി വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരുന്നു കിടങ്ങ് കുഴിക്കുക എന്ന ഒരു അഭിപ്രായം. അത് അറബികൾക്ക് തികച്ചും പുതിയൊരു സംഗതിയാണ്. ഇതുവരെ യുദ്ധത്തിൽ പയറ്റിയിട്ടില്ലാത്ത ഒരു കാര്യം. ഇത് നടക്കോ ഇല്ലേ, ഇതിൽ നമ്മൾ വിജയിക്കോ പരാജയപ്പെടുമോ, അങ്ങനെ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുകളുമായി അത് കൂടി ആലോചിച്ചു. എന്നിട്ട് കിടങ്ങ് കുഴിക്കാൻ തീരുമാനിച്ചു, അള്ളാഹുലേക്ക് തവക്കുൽ ചെയ്തു. ഇനി അതിൻ്റെ എന്ത് റിസൾട്ടാണെങ്കിലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് നൽകുന്നത് അത് ഏറ്റുവാങ്ങാൻ അവർ തയ്യാറായിരുന്നു. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. രണ്ടാമത്തെ ഒരു സന്ദർഭം വിഭവശേഷിക്ക് വേണ്ടി, വിഭവങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ അള്ളാഹു തവക്കുൽ ചെയ്യുന്നൊരവസ്ഥയാണ്. സൂറത്ത് തലാഖിലെ 3-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. അവൻ ഊഹിക്കുക പോലെ അള്ളാഹു എങ്ങനെയാണോ ഇച്ഛിക്കുന്നത് അതുപോലെ അള്ളാഹു എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഒരിക്കലും ഊഹിക്കാത്ത, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത, ദ ലീസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഭാഗത്ത് കൂടെ അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിഭവങ്ങൾ തരും. ഒമൻ യതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിന് ആര് ഭരമേൽക്കുന്നോ അവൻ തന്നെ മതിയാകും. നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു മതി നിങ്ങൾക്ക്, പിന്നെ വേറെ ആരും വേണ്ട.
ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. എന്താണ്? തൻ്റെ ചോരക്കുഞ്ഞായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും ഭാര്യ ഹാജറയും കൂട്ടിക്കൊണ്ട് മക്കയിലേക്ക് പുറപ്പെടുക. മക്ക എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വരേണ്ട ചിത്രം ഇന്ന് കാണുന്ന മക്കയല്ല. വിശാലമായ ഭരഭൂമി. കഅബാലയം എന്ന് പറയുന്നത് 4 ഭാഗത്തും വലിയ വലിയ കൂറ്റൻ മലകൾ. ആ മലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നടക്കാൻ പോലും സാധിക്കൂല, അത്തരത്തിലുള്ള കൂർത്ത പാറകളും കല്ലുകളുമുള്ള സ്ഥലമാണ്. 90കളിലും 80കളിലൊക്കെ ഉംറക്ക് പോയവരും ഹജ്ജിന് പോയവരും ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇന്നിപ്പോൾ അവിടുത്തെ അവസ്ഥ അങ്ങനല്ല. ആ ഒരു പ്രദേശത്തേക്കാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം തൻ്റെ കുടുംബത്തെ കൂട്ടി പോകുന്നത്. അവിടെ എത്തിയ ശേഷം, അതായത് ഇവിടെ നമ്മൾ കാണുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിൻ്റെ തവക്കുലിൻ്റെ ഒരു ശക്തിയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും തൻ്റെ പത്നി ഹാജറയുടെയും തവക്കുലിൻ്റെ ശക്തി. അങ്ങനെ മക്കയിലേക്ക് എത്തി. ഇബ്രാഹിം അലൈഹി ഇസ്ലാം മൃഗത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് തൻ്റെ ഭാര്യയെയും കൈപ്പിടിച്ചിറക്കി കുഞ്ഞിനെ ഏറ്റുവാങ്ങി 2-3 ദിവസത്തേക്കുള്ള കുറച്ച് വെള്ളവും ഭക്ഷണമെല്ലാം കൊടുത്തുകൊണ്ട് കുട്ടിനെ കൈമാറി പിന്നെ മൃഗത്തിൻ്റെ കയറ് പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുക. ഒരക്ഷരം മിണ്ടുന്നില്ല. ഹാജറ കുട്ടിയെ എടുത്തുകൊണ്ട് നിങ്ങളെ സ്തംഭിച്ച് നിൽക്കുക. എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാകുന്നില്ല. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, നീണ്ടൊരു ഹദീസാണ്, പ്രസക്തമായ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ പരാമർശിക്കുന്നുള്ളൂ. ഹാജറ ചോദിക്കുകയാണ്, യാ ഇബ്രാഹിം ഐന തദ്ഹബ് വതത്രുകുനാ ബിഹാദൽ വാദി അല്ലദീ ലൈസ ഫീഹി ഇൻസുൻ വലാ ഷൈഉൻ. നിങ്ങൾ എങ്ങോട്ടേക്കാ ഇബ്രാഹിമേ? നമ്മെ ആശ്വസിപ്പിക്കാൻ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഇല്ലാത്ത ഈ വിജനമായ താഴ്വരയിൽ ഞങ്ങളെ ഉപേക്ഷിച്ച് താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇബ്രാഹിം അലൈഹി ഇസ്ലാം മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, തിരിഞ്ഞു പോലും നോക്കുന്നില്ല. തിരിഞ്ഞു നടക്കുകയാണ്. വീണ്ടും ഹാജർ ആവർത്തിക്കുന്നു, പലവട്ടം ചോദിക്കുന്നു. അങ്ങനെ അവസാനം ഹാജർ അപ്പോഴൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ഞാൻ മനസ്സിലാക്കുന്നത്, ആ ഒരു സന്ദർഭത്തിലെങ്ങാനും ഇബ്രാഹിം അലൈഹി ഇസ്ലാം തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക് തൻ്റെ ഉള്ളിലുള്ള ഒരു പിതാവും ഒരു ഭർത്താവും ഉണരുമായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല, തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ഹാജർ ചോദിക്കുകയാണ്, അല്ലാഹുല്ലദീ അമറക ബിഹാദ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ച് പോവുക എന്നുള്ളത്? അദ്ദേഹം പറഞ്ഞു, അതെ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, ഹാജറ പറയുകയാണ്, എങ്കിൽ അവൻ നമ്മെ കൈവിടില്ല. ആലോചിച്ച് നോക്കണം. ചോരക്കുഞ്ഞായ ഇസ്മായിൽ അലൈഹി സ്വലാം, നിസ്സഹായമായ ഒരു സ്ത്രീ, 2-3 ദിവസങ്ങൾക്ക് മാത്രമേ കുടിക്കാനുള്ള വെള്ളം തൻ്റെ തോലിലുള്ളൂ. എന്നിട്ട് ആകെയുള്ള ഒരു ആൺതരി തിരിഞ്ഞു നടക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് പറയുന്നത്, ഇത് അള്ളാഹു ആണ് പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ കാര്യം അള്ളാഹു ഏറ്റോളും, ഇബ്രാഹിമേ താങ്കൾക്ക് പോകാം. ആ ഒരു തവക്കുലിന്റെ ഒരു ശക്തി നിങ്ങൾ ആലോചിച്ചു. അള്ളാഹു കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസം. അങ്ങനെ ആ ഹദീസിൽ തുടർന്ന് പറയുകയാണ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാം തിരിഞ്ഞു നോക്കാതെ യാത്ര ആരംഭിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇനി തിരിഞ്ഞു നോക്കിയാൽ അവർ എന്നെ കാണുകയില്ല എന്ന ഒരു ദൂരത്തേക്ക് എത്തിയപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം തിരിഞ്ഞു നോക്കി. തൻ്റെ കുടുംബത്തെ കൊണ്ടാക്കിയ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കി. അത് പവിത്രമായ മക്ക താഴ്വരയിൽ, കഅബാലയം അവിടെയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. എന്നിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം 2 കൈകൾ ആകാശത്ത് ഉയർത്തിക്കൊണ്ട്, ഒരു പിതാവായ ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഒരു ഭർത്താവായ ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഒരു പ്രവാചകനായ ഖലീലുള്ളായ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈര ദീ സർഇൻ ഇൻദക ബൈതികൽ ഹറാം. നാഥാ, എൻ്റെ സന്തതികളൊരു വിഭാഗത്തെ ഞാൻ കൃഷിയില്ലാത്ത ഈ താഴ്വരയിൽ നിന്റെ ആദരണീയായ ഗേഹത്തിനടുക്കൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പടച്ചോനെ, എൻ്റെ കുടുംബത്തെ ഞാൻ ഇട്ടേച്ച് പോവുകയാണ്,
നിന്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് നാഥ, നീ അവരെ കൈവിടരുത്. അവർക്ക് ആരുമില്ല, വിജനമായ മരുഭൂമിയാണ്, ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ല. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നറിയോ? റബ്ബന യുഖീമുസ് സ്വലാത ഫജ്അൽ അഫ്ഇദത മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. അതാ, അവർ ഇവിടെ നമസ്കാരം മുറപ്രകാരം നിലനിർത്താൻ വേണ്ടിയാണ്, അവർ നമസ്കരിക്കുന്നവരാവാൻ വേണ്ടിയാണ്, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അവരെ ഇവിടെ കൊണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പടച്ചവനെ, നീ ജനഹൃദയങ്ങളിൽ അവരോട് അനുഭാവം ഉണ്ടാക്കണമേ, ജനങ്ങളെ നീ അവരിലേക്ക് അടുപ്പിക്കണമേ, അവരെ നീ ഒറ്റപ്പെടുത്തരുത്, അവർക്ക് ആഹാരിക്കാൻ ഫലങ്ങൾ നൽകണമേ, അവർ നന്ദിയുള്ളവരാവും റബ്ബേ. ആ ഒരു ദുആ നിങ്ങൾ ഓർത്തു നോക്കി. നിങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ തവക്കുലാണ് നാം കാണുന്നത്. അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത മരുഭൂമിയിൽ തന്റെ കുടുംബത്തെ അള്ളാഹു സംരക്ഷിക്കും എന്ന ഉറച്ച തീരുമാനം, എന്ന ഉറച്ച വിശ്വാസം. അള്ളാഹു നിർഭയത്വം നൽകും, അള്ളാഹു വെള്ളം നൽകും, അള്ളാഹു അന്നം നൽകും എന്ന പൂർണ്ണ ബോധത്തോടു കൂടി കുടുംബത്തെ ഉപേക്ഷിച്ച് പോവുകയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. അങ്ങനത്തെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനാണ് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും രസമെന്ന് പറഞ്ഞാൽ, ആ വിട പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ പോലും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അറിയുകയില്ല എന്റെ ഭാര്യമായിട്ടുള്ള അവസാനത്തെ മുലാഖാത്താണ് ഇത് എന്ന്. പിന്നീട് ഇബ്രാഹിം വീണ്ടും തിരിച്ചു വരുന്നുണ്ട് മക്കയിലേക്ക്. ആ വരുന്ന സമയത്ത് ഇസ്മായിൽ അലൈഹി ഇസ്ലാം ഒരു ചെറുപ്പക്കാരനാവുകയും വിവാഹം കഴിച്ചിട്ടുമുണ്ട്. സാറ അള്ളാഹുലേക്ക് യാത്രയായിരിക്കുന്നു. പിന്നീട് നാം കാണുന്നത്, വെള്ളം കഴിഞ്ഞപ്പോൾ തനിക്കും തൻ്റെ കുഞ്ഞിനും വേണ്ടി ഒരു തുള്ളി ദാഹജലം കിട്ടാൻ വേണ്ടി രണ്ട് മലയുടെ ഇടയിൽ കൂടെ ഓടുന്ന ദൃശ്യമാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മക്കയെ കുറിച്ച് നിങ്ങൾ ഓർത്ത് നോക്കി. ആ മക്കയിലത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി. അവിടുത്തെ ഭൂപ്രദേശം എങ്ങനെയാണ് എന്ന്. ആ സ്ഥലത്തിൽ കൂടെ, ആ രണ്ട് മലയുടെ ഇടയിലൂടെ ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ ഒരു ഭാഗത്ത് കെടുത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 7 തവണ ഓടുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കൂല. അങ്ങനെ ഓടുന്ന സമയത്ത് ആ ഉമ്മയുടെ മനസ്സിൽ കൂടെ ഒരുപാട് സംഗതികൾ പോകുന്നുണ്ടാവും. ഒരു കുഞ്ഞിനെ അവിടെ കെടുത്തിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഈ മലയുടെ മുകളിൽ കയറി നോക്കുന്നു, ആരെങ്കിലും അതുവഴി പോകുന്നുണ്ടോ? ഇല്ല. അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ ഒരു വഴി തുറന്നതാ. തിരിച്ചു വന്നുകൊണ്ട് സഫയിൽ നിന്ന് മറവിലേക്ക് വരുന്നു. അവിടെ നിന്നുകൊണ്ട് വീണ്ടും നോക്കുകയാണ്, ആരെങ്കിലും ഒരു കച്ചവട സംഘമെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ഉമ്മയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ ഊഹിക്ക പോലും ചെയ്യാത്ത, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നിങ്ങൾക്ക് വിഭവം നൽകും. നിങ്ങൾ അള്ളാഹുൽ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിങ്ങൾക്ക് അള്ളാഹു തുറന്നു തരും, എളുപ്പമാകും. നമ്മൾ ആലോചിക്കുക എന്താണ്, അല്ലെങ്കിൽ ഹാജറ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ഈ പോകുന്നിടയിൽ ഒരു കച്ചവട സംഘത്തെ കണ്ടുമുട്ടാൻ സാധിക്കുമെന്നും ആ കച്ചവട സംഘത്തിന് കുറച്ച് വെള്ളം കിട്ടും തന്റെ കുഞ്ഞിന് എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അള്ളാഹു ചെയ്ത പണി അതല്ല. ഏതൊരു കുട്ടിക്ക് വേണ്ടി വെള്ളത്തിന് വേണ്ടിയാണോ ഹാജറ ഓടിയത്, അതേ കുട്ടിയുടെ കാലിന്റെ അടിയിൽ നിന്നാണ് സംസം പൊട്ടി ഉണരുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞത്, വമൻ യതവക്കല അല്ലാഹ ഫഹുവ ഹസ്ബു. നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തന്നെ നിങ്ങൾക്ക് ധാരാളം മതി, പിന്നെ ഒരു ആളും വേണ്ടതില്ല. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിങ്ങൾ ഈ ശബ്ദം കേട്ടിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ഗസയിൽ ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി, രക്ഷാപ്രവർത്തകർ ആ കുട്ടിനെ എടുത്തുകൊണ്ട് അതിന്റെ കാല് അടർന്ന് വീഴാനായിരിക്കുന്നു. അപ്പോഴും ആ കുട്ടി ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഞങ്ങൾക്ക് അള്ളാഹു മതി. അയൽവക്കത്തെ രാജ്യങ്ങൾ നോക്കി നിൽക്കേ,
ഞങ്ങളിങ്ങനെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾക്കൊരു വിരൽ പോലും ഇളക്കാൻ സാധിക്കാതെ നിങ്ങൾ നോക്കുകുത്തിയിരിക്കുമ്പോൾ ആ പൊന്നു കുട്ടി പറയുന്നു, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന്. ആ ഒരു തവക്കുലിന്റെ ഒരു വിശ്വാസമുണ്ടല്ലോ, ആ ഒരു അർപ്പണമുണ്ടല്ലോ, അള്ളാഹുൽ അത്രയും വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ പറയുന്ന ഒരു ആർജവമുണ്ടല്ലോ സഹോദരന്മാരെ, നമ്മൾക്കതില്ല എന്നുള്ളതാണ്. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ തവക്കുൽ ആത്മാർത്ഥമാണോ, അത് അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാകണം. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി നിങ്ങൾ പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഫഹുവ ഹസ്ബു, അള്ളാഹു തന്നെ ധാരാളം മതി. അള്ളാഹുവിനെ മാത്രം പരമേൽപ്പിച്ച് സത്യവിശ്വാസികളായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك قريب مجيب الدعوات يا رب العالمين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم وفق أميرنا لهداك واجعل له في رضاك وألبسه ثوب الصحة والعافية. اللهم اجعل كلمة المسلمين وألف بين قلوبهم. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه وسلم وآخر دعوانا الحمد لله رب العالمين وأقم الصلاة.